നമസ്കാരം. ദില്ലിയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഫയലുകൾ തയ്യാറാക്കാൻ കോടതിയുടെ അനുമതി തേടാനൊരുങ്ങുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. രാജ്യ തലസ്ഥാനത്ത് നിന്നും ഏറ്റവും ഒടുവിലെത്തുന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ചുള്ളത് തന്നെയാണ്. കോടതി ഇടപെടലിലൂടെ ഫയലുകൾ ജയിലിൽ നിന്നും അയക്കാൻ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട് എങ്കിൽ പോലും തീഹാർ ജയിലിൽ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഫയലുകൾ നോക്കാനുള്ള അനുമതി അരവിന്ദ് കെജ്രിവാളിന് ഇതുവരെയും നൽകിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ അദ്ദേഹം തേടിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായ രാജ് കുമാർ ആനന്ദ് രാജിവെച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിഞ്ഞിരുന്നില്ല. കെജ്രിവാൾ ജയിലിൽ തുടരുന്നത് കൊണ്ട് തന്നെ വകുപ്പുകൾ ഇനി ആർക്ക് നൽകണം എന്നത് സംബന്ധിച്ചും അവിടെ അന്തിമ രൂപമൊന്നുമായിട്ടുമില്ല. അതേസമയം കെജ്രിവാളിനെ ജയിലിൽ ചെന്ന് കാണാൻ അനുമതി ഉണ്ടായിരുന്ന ഏതാനും ചില ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ വൈഭവ് കുമാർ. ഈ വൈഭവ് കുമാറിനെ വിജിലൻസ് വിഭാഗം നീക്കം ചെയ്തതും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് കാര്യങ്ങൾ ഏറെക്കുറെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ഇതിനിടയിൽ BJP ആവട്ടെ രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നുമുണ്ട്. പക്ഷേ ദില്ലിയുടെ പൾസ് എന്താണ്? അഴിമതി തങ്ങൾ തുടച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ ഓരോരുത്തരായി അഴിമതി ആരോപണത്തിന്റെ പേരിൽ അകത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ജയിലിനുള്ളിലായ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ദില്ലിയിലെ ജനങ്ങൾ ഇനി മുന്നോട്ട് വിധിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ നീക്കങ്ങളൊക്കെയും BJPക്ക് നേട്ടമാണോ സമ്മാനിക്കാൻ പോകുന്നത്, അതോ അതൊരു വലിയ തിരിച്ചടിയിലേക്ക് നീങ്ങുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരം ലഭിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ BJPക്കും ആം ആദ്മി പാർട്ടിക്കും ഒരു അഗ്നി പരീക്ഷണം തന്നെയായിരിക്കും. ഇരു സ്ഥാനങ്ങളിലേക്കും ഈ മാസം 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങുകയാണ്. 26-ാം തീയതി രാവിലെ 11-നാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി 18-ാം തീയതിയാണ്. സൗത്ത്, നോർത്ത്, ഈസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ലയിപ്പിച്ചാണ് ഈ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. 15 വർഷം തുടർച്ചയായി കോർപ്പറേഷനുകൾ ഭരിച്ചിരുന്ന BJPയുടെ കുത്തക തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവിടെ ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കോർപ്പറേഷനിൽ വലിയ വിജയം നേരത്തെ നേടിയെടുത്തത്. ആകെ 250 വാർഡുകളാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉള്ളത്. ഇതിൽ 134 എണ്ണത്തിൽ ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ചെയ്തിരുന്നു. BJPക്ക് ആവട്ടെ 105 കൗൺസിലർമാരാണ് ഉള്ളത്. 2023 ഫെബ്രുവരി 21-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ മേയറായി ആം ആദ്മി പാർട്ടിയുടെ ഷെല്ലി ഒബ്രോയും ഡെപ്യൂട്ടി മേയറായി ആം ആദ്മി പാർട്ടിയുടെ അലേ മുഹമ്മദ് ഇക്ബാലും വിജയിച്ചു കയറിയിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി BJP സംഘർഷം കാരണം തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് അവിടെ വോട്ടെടുപ്പ് ഉൾപ്പെടെ നടന്നത്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രീതിയാണ് ഈ കോർപ്പറേഷൻ പിന്തുടർന്നു പോകുന്നത്. എന്തായാലും കോർപ്പറേഷനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നേതൃത്വം പോലും ഇല്ലാത്ത കണക്കിന് ഒരു വലിയ പ്രതിസന്ധി ആം ആദ്മി പാർട്ടിയെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. കെജ്രിവാളിന്റെ ഒരു അഭാവം, അല്ലെങ്കിൽ കെജ്രിവാളിനോടൊപ്പം ശക്തനായ മറ്റൊരു നേതാവിന്റെ അഭാവം, ഇതൊക്കെ BJPക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും BJP ഇവിടെ ഒരു അട്ടിമറി ഭരണം നേടിയെടുക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. നേരത്തെ BJP സർവാധിപത്യം പുലർത്തിയിരുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. കാരണം ഇപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും BJPക്ക് ഒരുപക്ഷെ ആ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം തിരികെ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ്. ആം ആദ്മി പാർട്ടിക്കും അങ്ങനെ തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉടനീളം ചർച്ചാ വിഷയമായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജനങ്ങൾ വിധി എഴുതുന്നതായിരിക്കും. പക്ഷേ അതിന് തൊട്ട് മുന്നോടിയായി ദില്ലിയുടെ ഒരു ഏകദേശ പൾസ് ഇപ്പോൾ എന്തായിരിക്കും, ആർക്കനുകൂലമായി ഈ കാറ്റ് വീശും എന്നതൊക്കെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെയും BJPയുടെയും ബലപരീക്ഷണം കൂടിയായിരിക്കും.